ഹലോ വെൽക്കം ടു ഏഞ്ചൽസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് നമുക്ക് ഈസി ആയിട്ടുള്ളൊരു ചെറുപയർ കറി റെഡിയാക്കിയാലോ. അപ്പോൾ അതിനുവേണ്ടി തലേദിവസം വെള്ളത്തിലിട്ട് വെച്ച ചെറുപയർ ഉപ്പും പച്ചമുളകും വെള്ളവും ചേർത്ത് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി റെഡിയാക്കാനായിട്ട് ഫ്ലെയിമിലേക്ക് പാൻ വെച്ച് ചൂടായി വരുമ്പോഴേക്കും വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും ഒരു ചെറിയ പീസ് ഇഞ്ചി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഈ ഇഞ്ചിയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു 6-7 അല്ലി വെളുത്തുള്ളി നേരിതായിട്ട് അരിഞ്ഞത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ ഒന്ന് വഴന്നു വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. നമ്മുടെ സവാളയൊക്കെ നല്ലപോലെ ഒന്ന് വഴന്നു വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യമേ തന്നെ നമുക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ തന്നെ ചിക്കൻ മസാല കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ്. എന്നിട്ട് നമുക്കിതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. നമ്മുടെ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വീണ്ടും എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ ചെറുപയർ കറി അത്യാവശ്യം തിക്കായിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു 1/4 കപ്പ് ചൂടുവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. നമുക്കിങ്ങനെ വെള്ളത്തിന് പകരമായിട്ട് തേങ്ങാപ്പാലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് തിളവന്ന് തുടങ്ങുമ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. പുട്ട്, ചപ്പാത്തി, ചോറിനൊക്കെ ഇപ്പോൾ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി കറി തന്നെയാണ്. അപ്പോൾ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാവുന്ന ഈ ചെറുപയർ കറി എല്ലാവരും തന്നെ തീർച്ചയായും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.